ഇൻസ്റ്റഗ്രാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വില്ലൻ ആവുന്നുണ്ടോ? നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലുള്ള കോണ്ടന്റ് പലതും നമ്മളെ ലൈഫിൽ നമ്മൾ അറിയാതെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഈ കോണ്ടന്റ് നമ്മളെ റിലേഷൻഷിപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആദ്യത്തെ കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യുന്നതാണ് റിലേഷൻഷിപ്പ് വൈസായിട്ട് ഒരുപാട് കോണ്ടന്റ് ഇടുന്ന ആൾക്കാർ ദേ ഓൺലി ഷോ ദ ഹൈലൈറ്റ്സ്. അതായത് റിലേഷൻഷിപ്പിലുള്ള ഹൈലൈറ്റ്സ് അല്ലെങ്കിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഗുഡ് ഇവൻറ്റ്സ് മാത്രമേ കാണിക്കുള്ളൂ, ദ ഹോൾ റിലേഷൻഷിപ്പ് കാണിക്കുന്നില്ല. പക്ഷെ നമ്മൾ സ്ക്രീനിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഇരുന്ന് നോക്കുമ്പം അവർ ട്രാവൽ ബ്ലോഗ്സ് ഉണ്ട്, മാച്ചിങ് ആയിട്ട് ഔട്ട്ഫിറ്റ് ഇടുന്നുണ്ട്, അവർ ഡേറ്റിന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ഇക്കാര്യം ചെയ്തു, അത് ചെയ്തു, അല്ലെങ്കിൽ ദേ ആർ വെരി ഹാപ്പി എന്നുള്ള രീതിയിലായിരിക്കും അത് പോർട്രേ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഹാപ്പി മൊമെൻറ്റ്സ് ഒരു കപ്പിളുടെ ഭാഗത്ത് നിന്ന് കാണുന്ന സമയത്ത് ദർ ആർ ചാൻസസ് നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് എൻ്റെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെയല്ലല്ലോ, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് വരുന്നുണ്ടല്ലോ, ഡിസഗ്രിമെൻറ്റ്സ് വരുന്നുണ്ടല്ലോ. ചിലപ്പോൾ ഇതൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലുള്ള ഡിസഗ്രിമെൻറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഡിഫറൻസസ് ആയിരിക്കാം, ഒപ്പീനിയനുള്ള വ്യത്യാസങ്ങളായിരിക്കാം. പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമ്മളുടെ ഒരു ഹോൾ റിലേഷൻഷിപ്പ് അത് ഒരു ചെറിയൊരു ഹൈലൈറ്റ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് റിലേഷൻഷിപ്പിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ ഫോണിൽ കാണുന്ന കപ്പിളാണെങ്കിലും ക്യാമറയിൽ ഓഫ് ക്യാമറ നിൽക്കുന്ന സമയത്ത് അവർക്കും ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടാവും, അവർക്കും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഫിനാൻഷ്യൽ സ്ട്രെസ്സസ് ഉണ്ടാവും, ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും, നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലും ഉണ്ടാവും. ക്യാമറേൻ്റെ പുറത്ത് അവർക്കും ഒരു ലൈഫ് ഉണ്ട്, റിയൽ ലൈഫല്ല ഈ റീൽസിലൊക്കെ കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ പല ആൾക്കാരും മറന്നു പോകാറുണ്ട്. ഈ കമ്പാരിസൺ നമ്മൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുക നമ്മളുടെ റിലേഷൻഷിപ്പിലുള്ള ഡെഫിസിറ്റ്സിൻ്റെ മേലെയാണ്. അതായത് ഇപ്പം നമ്മൾ കണ്ട ആ ഒരു കപ്പിൾ നല്ല രീതിയിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ട്, അവർ തമ്മിലുള്ള ക്യൂട്ട് മൊമെൻറ്റ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇത് എൻ്റെ റിലേഷൻഷിപ്പിലില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ എന്താണ് എന്നോട് ഇങ്ങനെ സംസാരിക്കാത്തത്, ഞങ്ങൾ എന്താ ഇങ്ങനെ ട്രാവൽ ചെയ്യാത്തത് എന്നുള്ള രീതിയിൽ ഒരുപാട് ഡെഫിസിറ്റ്സിൻ്റെ മേലെയായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണർ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ആളായിരിക്കാം, ചിലപ്പോൾ നമുക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കാം, നമ്മളുടെ ഇടയ്ക്ക് ഇങ്ങനത്തെ ക്യൂട്ട് കോൺവെർസേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടാവില്ല. സോ നമുക്ക് ഉള്ള കാര്യങ്ങൾ ബ്ലൈൻഡ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഈ കമ്പാരിസൺ നമ്മളൊരു നെഗറ്റീവ് രീതിയിലേക്ക് കൊണ്ടുപോകും. അതായത് നമ്മളുടെ റിലേഷൻഷിപ്പ്, നമ്മൾ രണ്ട് ഇൻഡിവിജ്വൽസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഞാൻ കാണുന്ന ആൾക്കാർ ഡിഫറെൻ്റ് ആണ്, അവരുടെ ലൈഫും സിറ്റുവേഷൻസും ഒക്കെ ഡിഫറെൻ്റ് ആണ്. എൻ്റെ റിലേഷൻഷിപ്പിൽ എന്താണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫോക്കസ് കുറച്ചും കൂടി സ്ട്രോങ്ങർ സൈഡിലേക്ക് നമ്മൾ കൊണ്ടുപോകും. വേറെ നമ്മൾ കമ്പയർ ചെയ്ത് ഡെഫിസിറ്റ്സിന് മേലെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മളുടെ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമതായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് ഒരു 30 സെക്കൻഡ് റീൽ അല്ലെങ്കിൽ ഒരു 1 സെക്കൻഡ് റീൽ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ് അഡ്വൈസ്. പലപ്പോഴും ഇത് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്ത് നിന്നായിരിക്കും വരുന്നത്. ആൻഡ് ഇത് ഒരു ഹാഫ് ബേക്ഡ് ആയിട്ടുള്ള ഒരുപാട് അതിലൊരു സ്പെഷ്യലൈസ്ഡ് അല്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നോളജ് ഇല്ലാത്ത ആൾക്കാർ, അവർക്ക് അറിയുന്ന ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും റീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, എ റിയൽ മാൻ വിൽ ഡു ദിസ് ഫോർ യു, അല്ലെങ്കിൽ എ ഗുഡ് വുമൺ വിൽ നോട്ട് ഡു ദിസ്, അല്ലെങ്കിൽ ഇഫ് യുവർ പാർട്ട്ണർ ഡസ് ദിസ് ദെൻ ലീവ് ഇമ്മീഡിയറ്റ്ലി എന്നുള്ള രീതിയിലുള്ള പല 30 സെക്കൻഡ് റീൽസൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇത് കാണുന്ന സമയത്ത് അതിൽ ഭയങ്കര ഫിയേഴ്സ് ആയിട്ടായിരിക്കും ഇവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിത് ഉള്ളിലേക്ക് വല്ലാതെ എടുക്കും. അതായത് റിയൽ മാൻ വിൽ നെവർ ഡു ദിസ് ടു യു എന്നൊക്കെ പറഞ്ഞ് ഇത് കാണിക്കുമ്പോൾ നമ്മുടെ പാർട്ട്ണർ ആ ഒരു കാര്യം നമ്മളടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ഓട്ടോമാറ്റിക്കലി തിങ്ക് അത് എൻ്റെ റിലേഷൻഷിപ്പിൽ ഇതൊരു വലിയ പ്രശ്നമാണ്, എൻ്റെ റിലേഷൻഷിപ്പ് നല്ല രീതിയിലല്ല പോകുന്നത് എന്നുള്ളത്. ശരിയാണ്, ചില വീഡിയോസ് നല്ലതായിരിക്കാം, നല്ല രീതിയിൽ പഠിച്ച് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന വീഡിയോസ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്കത് ഹെൽപ്ഫുൾ ആയിട്ട് നമ്മളെ റിലേഷൻഷിപ്പിനെ മേലെ ആക്ട് ചെയ്യാം. പക്ഷെ എല്ലാ കാര്യങ്ങളും വളരെയധികം കറക്റ്റായിട്ടല്ല ഉണ്ടാകുന്നത്. ചിലത് ഹാഫ് ബേക്ഡ് ആയിട്ടുള്ളതായിരിക്കാം, ചിലപ്പോൾ വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം പറയുന്നത്. നമ്മളത് കംപ്ലീറ്റ്ലി എടുത്ത് അതേപോലെ നമ്മൾ റിലേഷൻഷിപ്പിലേക്ക് അത് നോക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് രണ്ട് റിയൽ ഹ്യൂമൻ ബീങ്സ് തമ്മിലുള്ള കാര്യമാണ് അല്ലേ. ഈ വീഡിയോൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് നമ്മളുടെ റിലേഷൻഷിപ്പ് എന്താണ്, നമ്മളുടെ കൾച്ചറൽ എന്താണ്, കോണ്ടെക്സ്റ്റ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. അവർ ജനറലൈസ്ഡ് ആയിട്ടൊരു കാര്യമാണ് പറയുന്നത്. നമ്മളുടെ റിലേഷൻഷിപ്പിൻ്റെ കോണ്ടെക്സ്റ്റ് ആയിട്ട് വേണം നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനായിട്ട്. നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണ്, നമ്മുടെ ഫാമിലി ഡൈനാമിക്സ് എങ്ങനെയാണ്, നമ്മുടെ മെൻറ്റൽ ഹെൽത്ത്, എൻ്റെ പാർട്ട്ണറുടെയും മെൻറ്റൽ ഹെൽത്ത് എന്താണ്, അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി എന്താണ്, അവർക്കുണ്ടായിരുന്ന ട്രോമകൾ എന്തൊക്കെയാണ്, അറ്റാച്ച്മെൻറ്റ് പാറ്റേൺസ് എന്തൊക്കെയാണ്, ഇതൊക്കെ വളരെയധികം നമ്മുടെ റിലേഷൻഷിപ്പിൽ മാറ്റർ ചെയ്യുന്നൊരു കാര്യമാണ്. സോ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാതെ എന്ത് അഡ്വൈസ് നമ്മൾ എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട് ബാധിക്കും.
സോഷ്യൽ മീഡിയയുടെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിനെ ഒരു വളരെ എക്സ്ട്രീം ലെൻസിലൂടെ കാണാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒന്നല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരിക്കും. ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഗ്രീൻ ഫ്ലാഗ് ആയിരിക്കും, അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ് ആയിരിക്കും. ഒന്നല്ലെങ്കിൽ സ്റ്റേ ഫോർ എവർ വിത്ത് ദ പേഴ്സൺ, അല്ലെങ്കിൽ ലീവ് ഇമ്മീഡിയറ്റ്ലി. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും വളരെ എക്സ്ട്രീംസ് ആണ് കാണിക്കുന്നത്. ഇനി നമ്മൾ ഈ റിയൽ റിലേഷൻഷിപ്പിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് ഇത്ര എക്സ്ട്രീം അല്ല, അല്ലേ? ഇതിന് നടുക്കായിരിക്കും. ചിലപ്പോൾ അവർ തമ്മിൽ നല്ല സ്നേഹമായിരിക്കാം, പക്ഷെ കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസ് റിലേഷൻഷിപ്പിൽ ഉണ്ടാവും. നമ്മൾ ഹേർട്ട് ചെയ്യരുതെന്ന് വിചാരിക്കും, പക്ഷേ പല സാഹചര്യങ്ങളും ഹേർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വരാം. റിലേഷൻഷിപ്പിൽ എന്തോ പ്രശ്നമുണ്ട്, അത് റിപ്പയർ ചെയ്യാമെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും, പക്ഷേ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാതിരിക്കാം. സോ ഫ്ലോസ് എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാവും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഐദർ പെർഫെക്റ്റ് അല്ലെങ്കിൽ ടോക്സിക് അല്ല, അതിൻ്റെ ഇടയ്ക്കുണ്ട്. പലപ്പോഴും റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടാവും, റിപ്പയർ വരും, പിന്നെയും ഇഷ്യൂസ് വരും, റിപ്പയർ ചെയ്യും. അങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് ഒരു റീല് കാണുന്നത് കൊണ്ട് നമ്മൾ റിലേഷൻഷിപ്പിന് അത് മോശമായിട്ട് ബാധിക്കില്ല. പക്ഷേ ഓവർ ടൈം നമ്മൾ ആ റീല് കണ്ടിട്ട് യു സ്റ്റാർട്ട് കമ്പയറിങ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. അതുകൂടാതെ നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട്, എൻ്റെ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. നമ്മളെ പാർട്ട്ണറിനോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. നമ്മളെ പാർട്ട്ണറിനെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് ഓൺലൈൻ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ്. കോൺസ്റ്റൻ്റ്ലി നമ്മൾ ഈ കാര്യം വേണം, അത് വേണം, ഇത് ഇങ്ങനെ ഇല്ല എന്നുള്ള രീതിയിൽ ഒരുപാട് ക്രിറ്റിസിസം റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരുന്നു. ഇങ്ങനെ ഓവർ ടൈം മുന്നോട്ട് പോകുന്ന സമയത്താണ് റിലേഷൻഷിപ്പിൽ അതൊരു പ്രോബ്ലമായിട്ട് മാറുന്നത്. പലപ്പോഴും നമ്മളെപ്പോഴും ഇതില്ല അതില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് നമ്മളുടെ ആക്ച്വൽ പാർട്ട്ണറിനോടല്ല. നമ്മൾ ഈ റീൽസ് കണ്ട് ഓൺലൈനിലൂടെ നമ്മളുടെ മനസ്സിൽ വി ഹാവ് എൻ ഐഡിയൽ പാർട്ട്ണർ ഇൻ അവർ മൈൻഡ്, അത് വേണം എന്നുള്ള പെർസ്യൂട്ടിൽ വി സ്റ്റാർട്ട് ക്രിറ്റിസൈസിങ് ആർ പാർട്ട്ണർ, ആർ റിലേഷൻഷിപ്പ്. അത് നമ്മളെ റിലേഷൻഷിപ്പിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കുകയാണെങ്കിൽ അതൊരിക്കലും കമ്പാരിസൺ അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ മ്യൂച്വൽ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഓക്കെ, റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് ലാക്ക് ചെയ്യുന്നത്, നമുക്ക് എന്തൊക്കെയാണ് റിലേഷൻഷിപ്പിൽ വേണ്ടത്, ഏതൊക്കെ ഏരിയാസ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, റിയലിസ്റ്റിക്കലി നമ്മളുടെ റിലേഷൻഷിപ്പ് ആഫ്റ്റർ സം ഇയേഴ്സ് എങ്ങനെയായിരിക്കണം, ഇങ്ങനെയുള്ള ഹെൽത്തി ഡിസ്കഷൻസ് ആൻഡ് ആ ഡിസ്കഷൻ്റെ ശേഷമുള്ള ആക്ഷൻസ്, അതാണ് നമ്മളുടെ റിലേഷൻഷിപ്പിൻ്റെ സക്സസ് തീരുമാനിക്കുന്നത്. ഈ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ കാണുന്ന കോണ്ടന്റ് നമ്മൾ റിലേഷൻഷിപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? സോ പ്രാക്ടിക്കലി ഈ കാര്യങ്ങൾക്ക് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നമ്മളുടെ നോട്ടീസ് ചെയ്യുന്ന കാര്യമാണ്. നമ്മളെ ട്രിഗേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ നോട്ടീസ് ചെയ്യുക. അതായത് ഏത് ടൈപ്പ് കോണ്ടന്റ് കാണുമ്പോഴാണ് എനിക്ക് എൻ്റെ റിലേഷൻഷിപ്പിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നത്, അത് കാണുന്ന സമയത്ത് തന്നെ പോസ് ആൻഡ് ആസ്ക് വാട്ട് ഈസ് മിസ്സിങ് ഇൻ യുവർ റിലേഷൻഷിപ്പ്. എന്താണ് അവിടെ, നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു ഫീലിംഗ് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ റിലേഷൻഷിപ്പിൽ മിസ് ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് സമയം എടുക്കുക. അവിടെ റിഫ്ലക്ഷനാണ് നടക്കുന്നത്, കമ്പാരിസൺ അല്ല. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും ഈ റീൽസോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന കോണ്ടന്റോ ഒരു എവിഡൻസ് ആയിട്ട് നിങ്ങളുടെ പാർട്ട്ണറിനെതിരെ യൂസ് ചെയ്യാതിരിക്കുക. അതായത് ഇത് കണ്ടോ, ഇങ്ങനെയാണ് റിലേഷൻഷിപ്പ് വേണ്ടത്, നമ്മളുടെ ഇങ്ങനെയൊന്നും അല്ല എന്നുള്ള രീതിയിലുള്ള ഭയങ്കര നെഗറ്റീവ് ക്രിറ്റിസിസം അല്ലാതെ ഓക്കെ, നമുക്ക് ഐ തിങ്ക് ഈ ഒരു കാര്യം നമ്മുടെ റിലേഷൻഷിപ്പിൽ മിസ്സിങ് ആണ്, നമുക്ക് എന്താ അതിന് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യാം. മൂന്നാമത്തെ കാര്യം, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ഒരുപാട് അഡ്വൈസ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കാണും. അത് ഡയറക്റ്റ്ലി അബ്സോർബ് ചെയ്യാതെ ഇത് എൻ്റെ റിലേഷൻഷിപ്പിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണോ, എൻ്റെ കോൺടെക്സ്റ്റിൽ, അതായത് എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, എൻ്റെ പാർട്ട്ണറിൻ്റെ സിറ്റുവേഷനിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ എന്നുള്ള റിഫ്ലക്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത കാര്യം നമ്മൾ ചെയ്യേണ്ടത് വളരെ ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുക. ഇങ്ങനത്തെ കോണ്ടന്റ്, റിലേഷൻഷിപ്പ് അഡ്വൈസ് ഒക്കെ കണ്ടിട്ട് സൈലന്റ് എക്സ്പെക്ടേഷൻസ് വെച്ച് എൻ്റെ പാർട്ട്ണർ അങ്ങനെ എപ്പോഴെങ്കിലും ചെയ്യുമായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു നീഡ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് ഐ തിങ്ക് വി നീഡ് ടു വർക്ക് ഓൺ ദിസ് ആസ്പെക്ട് എന്നുള്ളത് ക്ലിയർലി റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഫൈനലി, നമുക്ക് നമ്മളുടെ ഫീഡ് ക്യൂറേറ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? വളരെ ട്രിഗറിങ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കത് നമ്മുടെ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായി ബാധിക്കുന്നുണ്ട്, ഉള്ള പോസിറ്റീവ്സിനൊക്കെ നമ്മൾ കണ്ണടച്ച് പോകുന്നുണ്ട് എന്നാണെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസിനോട് ഇൻട്രാക്ട് ചെയ്യാതിരിക്കാം. കാരണം നമ്മൾ എത്രത്തോളം ഇങ്ങനത്തെ വീഡിയോസിനോട് ഇൻട്രാക്ട് ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ ആൽഗോരിതം അത് പിന്നെയും പുഷ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനും എൻ്റെ പാർട്ട്ണറും ഒരു ഡിസിഷൻ്റെ മേലെ തെറ്റി ഞങ്ങൾ കുറച്ച് പ്രശ്നമായിട്ട് ഇരിക്കുന്ന സമയമാണെങ്കിൽ അങ്ങനത്തെ റീൽസ് ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്നതോറും അത് പിന്നെയും എൻ്റെ ഫീഡിലേക്ക് വരും. നമ്മൾ തമ്മിലുള്ള ആ കോൺഫ്ലിക്റ്റിനെ ഇൻഡയറക്റ്റ്ലി അത് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്, അല്ലേ? സോ യു ക്യാൻ ക്യൂറേറ്റ് യുവർ ഫീഡ്. സോ ബി വെരി കെയർഫുൾ ഓഫ് വാട്ട് യു ആർ കൺസ്യൂമിങ് ഓൺ സോഷ്യൽ മീഡിയ. കാരണം നമ്മളത് അറിയാതെ തന്നെ നമ്മൾ പേഴ്സണലി നമ്മളുടെ റിലേഷൻഷിപ്സിനെയും എല്ലാം ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി പലപ്പോഴും ചില കേസ് നമ്മൾ എടുക്കുന്ന സമയത്ത്
ഇത് റിവീൽ ചെയ്യുന്നത് റിയൽ പ്രോബ്ലംസ് ആയിരിക്കാം. നമ്മളെ റിലേഷൻഷിപ്പിൽ നമ്മൾ ഇമോഷണലി വളരെ നെഗ്ലക്റ്റഡ് ആയിരിക്കാം, നമുക്ക് സപ്പോർട്ട് ഇല്ല, നമ്മൾ സീനായിട്ട് ഫീൽ ചെയ്യുന്നില്ല, നമുക്ക് അവിടെ റിലേഷൻഷിപ്പിൽ വേണ്ട പല നീഡ്സും കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിഫറൻസ് ഇൻ റിലേഷൻഷിപ്പിൽ കാണുന്നില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് കപ്പിൾ തെറാപ്പിയാണ്. രണ്ട് പാർട്ട്ണറുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കേട്ട് നിങ്ങളുടെ പാറ്റേൺസ് മനസ്സിലാക്കി കുറച്ചും കൂടി ഈ റിലേഷൻഷിപ്പ് എങ്ങനെ ഹാപ്പി ആൻഡ് ഹെൽത്തിയർ ആക്കാം എന്നുള്ളതിന് നിങ്ങളൊരു തെറാപ്പിസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഇഫ് യു ആർ ഗോയിങ് ടു എ സിറ്റുവേഷൻ ലൈക്ക് ദിസ്, നമുക്കിവിടെ കപ്പിൾ തെറാപ്പി അവൈലബിൾ ആണ്. യു ക്യാൻ കോൺടാക്ട് us ആൻഡ് ബുക്ക് യുവർ സെഷൻ. ഈ വീഡിയോ നിങ്ങളുടെ പാർട്ട്ണറിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്രത്തോളം ഹെൽത്തി ആണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ റിലേഷൻഷിപ്പ് അസസ്മെൻറ്റ് ഫോം നമ്മുടെ ടീം ഓഫ് സൈക്കോളജിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ഫോർ മോർ മെൻറ്റൽ ഹെൽത്ത് ആൻഡ് റിലേഷൻഷിപ്പ് റിലേറ്റഡ് വീഡിയോസ്, സബ്സ്ക്രൈബ് ടു അവർ പേജ്. താങ്ക് യു.